ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കൊരു ന്യൂ ഇയർ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ട സാധനങ്ങൾ നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നാരങ്ങ. നമുക്ക് ഇത്രയും മിക്സിയിൽ ഒന്നിട്ട് അരച്ചെടുക്കാം. ഓക്കെ, ഇതൊരു ന്യൂ ഇയർ സ്പെഷ്യലാണ്. അപ്പോൾ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സ്പെഷ്യൽ കാണാം. ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ അതിലേക്ക് ബാക്കി നമുക്ക് മസാലകളെല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ മസാലകളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് അടുത്തത് മുളക് പൊടി ആഡ് ചെയ്യാം. അപ്പോൾ മുളക് പൊടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പാകത്തിന് എരിവ് പാകത്തിന് ഇടണം കേട്ടോ. ഇത് 2 ടേബിൾ സ്പൂണാണ് ഞങ്ങൾ ഇടുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. ഇത് മല്ലിപ്പൊടി 3 ടീസ്പൂൺ. ഈ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ എല്ലാവരും എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ഇടണം കേട്ടോ. ക്വാണ്ടിറ്റി ഇവിടെ ഒരുപാട് ചിക്കൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത്. അടുത്തത് പെരിഞ്ജീരകപ്പൊടിയാണ് 2 ടീസ്പൂൺ. അതിനുശേഷം നമ്മളിടാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അത് 1 ടീസ്പൂണാണേ. അതിനുശേഷം അടുത്ത് ഇടാൻ പോകുന്നത് ഇത് കാശ്മീരി ചില്ലിയാണ്. 1 ടേബിൾ സ്പൂൺ. കാശ്മീരി ചില്ലി കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ അടുത്തത് നമ്മൾ ചിക്കൻ മസാലയാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. ചിക്കൻ മസാല 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യേണ്ടത്. അതിന് ശേഷം ഉപ്പ് പാകത്തിന് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ഇവിടെയൊക്കെ ഇത്തിരി കൂടുതൽ ഇടാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചെയ്യുക. പിന്നെ അതിന് ശേഷം നമ്മൾ ബാക്കി വന്ന നാരങ്ങ പിഴിയാണ് കേട്ടോ. ആദ്യത്തെ ഒരു നാരങ്ങ കുറച്ച് നമ്മൾ അരപ്പിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള നാരങ്ങയാണ്. അതിന് ശേഷം ഇത് കോക്കനട്ട് ഓയിലാണ്. നമ്മുടെ വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അതിന് ശേഷം നമ്മൾ ഒരു 2.5 ടേബിൾ സ്പൂൺ തൈര് ചേർക്കണം. തൈര് ഇപ്പോൾ കട്ട തൈരൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അധികം പുളിയില്ലാത്ത ടൈപ്പ് തൈരായിരിക്കും നല്ലത്. അതിന് ശേഷം ഒരു 2 മുട്ട ചേർക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചേർക്കേണ്ട ഐറ്റംസ് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്ത് എന്താണ് ഇത്രയും അധികം ഇൻഗ്രീഡിയൻസ് എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ന്യൂ ഇയർ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യം കുറച്ച് നേരം ഒന്ന് കൈ വെച്ച് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാം. പിന്നെ അതിനുശേഷം നമ്മൾ ഇച്ചിരി കാര്യമായിട്ടൊന്ന് മിക്സ് ചെയ്തു. എഗ്ഗൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി കാര്യമായിട്ടങ്ങ് മിക്സ് ചെയ്തു കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ കുറച്ച് അധികം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മസാല ഉണ്ടാക്കിയത് കേട്ടോ. സാധാരണ വീട്ടിൽ നമ്മൾ 2-3 പേർക്ക് കഴിക്കാൻ വേണ്ടി ഇത്രയും നമ്മൾ ഉണ്ടാക്കില്ലല്ലോ. അന്ന് കുറച്ച് ഗസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി കൂടുതൽ മസാല ഉണ്ടാക്കിയതും. ചിക്കൻ എത്ര ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പാത്രം നിറച്ചുണ്ടായിരുന്നു ചിക്കൻ. അപ്പോൾ ഞാനത് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇത് മസാല എല്ലാം നല്ലോണം പിടിപ്പിച്ച് ഒരു 2 പാത്രത്തിലാക്കി കേട്ടോ. അപ്പോഴാണ് നല്ലോണം ഈ ഒരു എന്താ പറയുക വലിയ പാത്രത്തിൽ തന്നെ മിക്സ് ചെയ്യുമ്പോൾ ഫുൾ നന്നായി മിക്സ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചായിട്ട് മിക്സ് ചെയ്തിട്ട് 2 പാത്രത്തിലേക്ക് ആക്കി വെച്ചു. എന്നിട്ട് അതൊരു 1 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. മസാലയൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടി. നമ്മൾ തേച്ച ഉടനെ തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മസാല പിടിക്കാത്ത പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു 1 അവർ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇത്രയും ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് നല്ലോണം എല്ലാവിടെയും വരയണം കേട്ടോ. ചിക്കനൊന്നും വരഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് അകത്തൊക്കെ നന്നായി മസാല പിടിക്കും. അപ്പോൾ അങ്ങനെ വരഞ്ഞിട്ട് ഇതല്ലാത്തതിലും ഞാൻ വരഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് മസാല മിക്സ് ചെയ്ത് 2 പാത്രത്തിലേക്ക് ആക്കി വെച്ചു.
അങ്ങനെ ഒരു 1 hour റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെക്കുകയും ചെയ്യാം, നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് 1 hour. അതിനുശേഷം പാൻ വെച്ചു. പാനിലേക്ക് നമ്മൾ സാധാരണ വെളിച്ചെണ്ണ അല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. ഇവിടെ ആർക്കും വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഓരോ കഷ്ണങ്ങളായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് കുറച്ചധികം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ സൈഡിൽ വേറൊരു പാനും കൂടെ വെച്ചു. അങ്ങനെ 2 പാനിലായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്നൊന്നും കഴിയില്ല, കുറച്ചധികം ഇല്ലേ ക്വാണ്ടിറ്റി. അപ്പോൾ അതുകൊണ്ട് 2 പാനിലാക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വന്നതുകൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇച്ചിരി ഒരു കരിഞ്ഞ ഒരു ലുക്ക് വരും കേട്ടോ. പക്ഷേ ടേസ്റ്റിന് യാതൊരു പ്രശ്നവും വരില്ല. ആ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്തിരി അധികം കരിഞ്ഞ പോലത്തെ ഒരു ലുക്ക് വരുന്നത് കേട്ടോ. പക്ഷേ ലുക്ക് മാത്രമേ ഉള്ളൂ, അത് അത്രയ്ക്ക് അങ്ങോട്ട് കരിയില്ല, നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനലായിട്ട് ഗാർണിഷിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക് ചിക്കൻ ഫ്രൈഡ്. എല്ലാവർക്കും ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി, ബൈ.